ദേശീയപാത മൈലാട്ടിയിൽ അടിപ്പാത വേണമെന്ന ആവശ്യത്തിൽ അടിയുറച്ച് നാട്ടുകാർ. അനിശ്ചിതകാല സമരത്തിന്റെ 11ാം ദിനം കർമ്മസമിതി നേതൃത്വത്തിൽ മേഘ കമ്പനിയുടെ പ്ലാന്റിലേക്ക് നടത്തിയ മാർച്ച് ജനകീയ മുന്നേറ്റവും മുന്നറിയിപ്പുമായി മാറി. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവല്ലേഴ്സ്. ദേശീയപാത അതോറിറ്റി നീതി പാലിക്കുക. ദേശീയപാത അതോറിറ്റി നീതി പാലിക്കുക. സ്കൂൾ അംഗൻവാടികളും സ്പിന്നിംഗ് മില്ലും KCBO. കാസർഗോഡ് ജില്ലയിലൂടെ കടന്നുപോകുന്ന ദേശീയപാതയിലെ പ്രധാന ജംഗ്ഷനുകളിലൊന്നായ ചട്ടഞ്ചാൽ മൈലാട്ടിയിൽ അടിപ്പാത നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ജനകീയ സമിതി നടത്തിവരുന്ന അനിശ്ചിതകാല സമരം അനുദിനം ശക്തമാവുകയാണ്. അധികൃതരിൽ നിന്നും അനുകൂലമായ നടപടികളുടെ സൂചന പോലുമില്ലാത്ത സാഹചര്യത്തിൽ സമരത്തിന്റെ 11ാം ദിവസമായ ക്രിസ്തുമസ് ദിനത്തിന് രാവിലെ കർമ്മസമിതിയുടെ നേതൃത്വത്തിൽ നിർമ്മാണ കമ്പനിയുടെ കരാറുകാരായ മേഘ കമ്പനിയുടെ പ്ലാന്റിലേക്ക് നടത്തിയ ബഹുജന മാർച്ച് ജനകീയ മുന്നേറ്റവും മുന്നറിയിപ്പുമായി മാറി. സമരപ്പന്തലിൽ നിന്നും കേവലം 100 മീറ്റർ മാത്രം അകലെയുള്ള കമ്പനി പ്ലാന്റിലേക്ക് നടത്തിയ മാർച്ചിൽ പ്രായലിംഗ ഭേദമന്യേയുള്ള 500ഓളം ആളുകൾ അണിചേർന്നു. പ്ലാന്റിന് മുന്നിൽ ബാരിക്കേഡ് തീർത്ത് പോലീസ് മാർച്ച് തടഞ്ഞു. ഇതോടെ ശക്തമായ മുദ്രാവാക്യം വിളികളിലൂടെ സമരക്കാരുടെ പ്രതിഷേധം അലയടിച്ചു. തുടർന്ന് നടത്തിയ പ്രതിഷേധ യോഗം പള്ളിക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം കുമാരൻ ഉദ്ഘാടനം ചെയ്തു. ഈ സമരത്തിന് ആവശ്യമായ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഈ സമരസമിതി നീക്കം തുടങ്ങിയിട്ട് മാസങ്ങളായി. ഇതിന്റെ തുടക്കത്തിൽ തന്നെ ഇതിന്റെ അലൈൻമെന്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ ഇത്രയും പ്രധാനപ്പെട്ട ഒരു മർമ്മപ്രധാനമായ സ്ഥലത്ത് ഒരു അടിപ്പാതയോ സംവിധാനമോ വേണമെന്ന് ആരെങ്കിലും പറയേണ്ടതുണ്ടോ എന്ന് പറഞ്ഞിട്ടില്ലേ? ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ സന്ദർഭത്തിൽ തന്നെ ഇതിന്റെ കാര്യങ്ങൾക്ക് തുടക്കത്തിൽ തന്നെ ഇവിടെ ഈ ഒരു സംവിധാനം വേണമെന്ന് ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ചെവിക്കൊള്ളാത്തതുകൊണ്ട് മാത്രമാണ് ഈ സംഭവം ഇങ്ങനെ പോയത്. പറയാത്തതുകൊണ്ടൊന്നുമല്ല, പറഞ്ഞിട്ടുണ്ട്. വരുമെന്ന് വിചാരിച്ചു, പക്ഷെ വന്നില്ല. വരാതിരിക്കുമ്പോൾ സമരസമിതി രൂപീകരിച്ചു, അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തി. ഈ നിർമ്മാണ പ്രവൃത്തിയുടെ സമയത്ത് ചെയ്യാനുള്ളതേ ഉള്ളൂ, അല്ലാതെ ഇത് വൈകിപ്പോയി എന്നുള്ളതുകൊണ്ട് ചെയ്യാൻ പ്രയാസമൊന്നുമില്ല. ചടങ്ങിൽ സമരസമിതി ചെയർപേഴ്സണും ഉദുമ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമായ പി ലക്ഷ്മി അധ്യക്ഷയായി. വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ ഹക്കീം കുന്നിൽ, ബാബുരാജ്, സന്തോഷ് കുമാർ, സുജിത് കുമാർ, EA ബാലകൃഷ്ണൻ, KV ഭക്തവത്സലൻ, പ്രദീപ് കൂട്ടക്കനി, സിന്ധു ഗംഗാധരൻ, O നാരായണൻ, തോമസ് സെബാസ്റ്റ്യൻ, രവീന്ദ്രൻ കരിച്ചേരി, A ദിവാകരൻ, മധു അടുക്കത്ത് വയൽ എന്നിവർ സംസാരിച്ചു. ജനകീയ സമരസമിതി കൺവീനർ സുരേന്ദ്രൻ കരിച്ചേരി സ്വാഗതവും വർക്കിംഗ് ചെയർമാൻ അനിൽ ഞെക്ലി നന്ദിയും പറഞ്ഞു. മൈലാട്ടി ജംഗ്ഷൻ കേന്ദ്രീകരിച്ച് ആരംഭിച്ച മാർച്ചിന് ഷെരീഫ് ഞെക്ലി, M ബാലചന്ദ്രൻ വലിയമൂല, ഗോപിനാഥൻ ഞെക്ലി, ലിനി, ശാന്ത, M പ്രസന്ന, AK ധനേഷ്, KV രമേശൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഇനിയും അനുകൂലമായ നടപടികൾ ഉണ്ടായില്ലെങ്കിൽ സമരപരിപാടികൾ കൂടുതൽ ശക്തമാക്കാൻ തന്നെയാണ് കർമ്മസമിതിയുടെ തീരുമാനം. പൊയ്നാച്ചിയുടെയും വട്ടത്തൂരിന്റെയും ഇടയിലുള്ള 3.5 കിലോമീറ്റർ ദൂരത്തിനിടയിലാണ് മൈലാട്ടി ജംഗ്ഷൻ. മാങ്ങാട്, ബാര, വെടിക്കുന്ന്, എരോൽ, മുല്ലച്ചേരി, ഉദുമ, കൂട്ടപ്പുന്ന, കരിച്ചേരി, പറമ്പ എന്നിവിടങ്ങളിലെ ഗ്രാമീണ റോഡുകൾ കൂടിച്ചേരുന്ന ജില്ലാ പഞ്ചായത്തിന്റെ ദേളി കരിച്ചേരി റോഡ് എത്തിച്ചേരുന്നതും മൈലാട്ടി ജംഗ്ഷനിലാണ്. നിരവധിയായ വിദ്യാർത്ഥികളും ജീവനക്കാരും തൊഴിലാളികളും കർഷകരുമെല്ലാം ദിനംപ്രതി ദേശീയപാത വഴിയുള്ള യാത്രയ്ക്ക് പ്രധാനമായും ആശ്രയിക്കുന്ന ജംഗ്ഷൻ കൂടിയാണിത്. ഇവിടെ അടിപ്പാതയില്ലാതെ ദേശീയപാത നിർമ്മാണം പൂർത്തിയായാൽ മൈലാട്ടിയിൽ നിന്ന് റോഡ് മുറിച്ചു കടക്കാൻ 2 കിലോമീറ്റർ മാറി പൊയ്നാച്ചിയിലേക്കോ 1.5 കിലോമീറ്റർ മാറിയുള്ള വട്ടത്തൂരിലേക്കോ യാത്ര ചെയ്യേണ്ടി വരും ഇവർക്കെല്ലാം. അതുമാത്രമല്ല, മൈലാട്ടി KSEB സബ്സ്റ്റേഷനിലെയും ഉദുമ സ്പിന്നിംഗ് മില്ലിലെയും ജോലിക്കാർക്ക് കിഴക്ക് ഭാഗത്തെ ബസ് സ്റ്റോപ്പിലെത്താൻ വളരെയധികം പ്രയാസം അനുഭവിക്കേണ്ടി വരും. നിലവിൽ 25ഓളം ഓട്ടോറിക്ഷകൾ മൈലാട്ടിയിൽ പാർക്ക് ചെയ്ത് സർവീസ് നടത്തുന്നുണ്ട്. മറുഭാഗത്തേക്കുള്ള യാത്രയ്ക്കായി വളരെയധികം ദൂരം സഞ്ചരിക്കേണ്ടി വരുമെന്നതിനാൽ ഇവർക്കെല്ലാം വലിയ നഷ്ടം സഹിക്കേണ്ടിയും വരും. നിരവധി കർഷകർ അധിവസിക്കുന്ന ഇവിടെ പലരുടെയും വീടുകൾ റോഡിന്റെ ഒരു വശത്തും വയലുകൾ മറുഭാഗത്തുമാണ്. ഇങ്ങനെ ഏത് കാര്യം വെച്ചളന്നു നോക്കിയാലും ഇവിടെ അടിപ്പാതയ്ക്ക് അടിയന്തര പ്രാധാന്യമുണ്ടെന്നാണ് ഈ ഭാഗത്തുള്ളവർ ഒന്നടങ്കം ഒരേ സ്വരത്തിൽ പറയുന്നത്. ന്യൂസ് ബ്യൂറോ, ഉദുമ.